എല്ലാവർക്കും നമസ്കാരം. സെൻറ് മേരീസ് ഹൈസ്കൂളിലെ 2021-22 അധ്യയന വർഷത്തിലെ സാഹിത്യ സമാജത്തിൻ്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടന യോഗത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ലാസ് മുറിയും വിദ്യാലയവും കാണാതെ ഓൺലൈൻ പഠനത്തിൻ്റെ വിരസത അനുഭവിക്കുന്ന കുട്ടികൾക്ക് അതിനെ എങ്ങനെ മറികടക്കാം എന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു സാങ്കേതികത്വത്തിൽ നിന്നും സാധാരണത്വത്തിലേക്ക് എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചും കൊണ്ട് ജാലകം 2021-22 കാര്യപരിപാടികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന. അതിനായി ഫേബ ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവമേ, ഞാനിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോ നിൻ കൃപ എന്നെ തൂകണമേ. ദൈവമേ, ഞാനിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോ നിൻ കൃപ എന്നെ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മമെന്നുളവാലാകണമേ. എൻ്റെ വീതികളിൽ എന്നും ദീപമായിടണേ. ദൈവമേ, ഞാനിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോ നിൻ കൃപ എന്നെ തൂകണമേ. അടുത്തതായി നമ്മുടെ ഹെഡ് മിസ്ട്രസ് ഷാനി ടീച്ചറിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജെയിംസ് വർഗീസ് സാർ, മുൻ ഹെഡ് മാസ്റ്റർ ബിജോയ് സാർ, PTA പ്രസിഡന്റ് ഷിബു വർഗീസ്, MPTA പ്രസിഡന്റ് മിനി, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയരെ, 2021-22 വർഷത്തിലെ സാഹിത്യ സമാജത്തിൻ്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണല്ലോ. വൈഷമ്യമേറിയ ഈ കാലഘട്ടത്തിലും ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് മാനസികോല്ലാസം നിറയ്ക്കുക എന്നതാണ് ഈ ക്ലബിൻ്റെ പ്രധാന ലക്ഷ്യം. കുട്ടികളിലുള്ള നൈസർഗിക വാസനകളെ ഉണർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വേദികളാണ് സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇന്നു മുതൽ ഇവിടെ സജ്ജമാക്കുന്ന ഈ ക്ലബ്ബുകളിലൂടെ നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കണം. അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇത്തരം ക്ലബ്ബുകളിൽ അംഗങ്ങളാവുക. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എല്ലാവരെയും ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ പ്രിയങ്കരനായ മാനേജർ ജെയിംസ് വർഗീസ് സാർ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്ന മാനേജറെ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്ന നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ ബിജോയ് സാറാണ്. റിട്ടയർ ചെയ്തിട്ടും സ്കൂളിൻ്റെ ഉന്നമനത്തിനായി എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി നമ്മോടൊപ്പം ആയിരിക്കുന്ന ബിജോയ് സാറിനെ ഈ മീറ്റിലേക്ക് വ്യക്തിപരമായും സ്കൂളിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിബു വർഗീസ്. അദ്ദേഹം 3 വർഷമായി ഈ പദം അലങ്കരിക്കുന്നു. ടീച്ചേഴ്സിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്നു. ഷിബു വർഗീസിനെ ഈ മീറ്റിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. മുൻ വർഷങ്ങളിൽ PTA അംഗമായും ഇപ്പോൾ MPTA പ്രസിഡൻ്റായും പ്രവർത്തിച്ചു വരുന്ന മിനിയെയും ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ മീറ്റിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹപ്രവർത്തകരെയും പ്രിയ കുഞ്ഞുങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ സ്കൂളിൻ്റെ മുൻ ഹെഡ് മാസ്റ്റർ ബിജോയ് സാറിനെ മുഖ്യ പ്രഭാഷണത്തിനും സാഹിത്യ സമാജത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മാനേജർ, നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ഷാനി ടീച്ചർ,
PTA പ്രസിഡന്റ് ഷിബു വർഗീസ്, MPTA പ്രസിഡന്റ് ശ്രീമതി മിനി ഷിബു, നമ്മുടെ ഈ വർഷത്തെ സ്റ്റാഫിന്റെ പ്രതിനിധിയായ നിമ്മി ടീച്ചർ, സ്കൂൾ ലീഡർ ജൂബി ജോസഫ്, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ സ്കൂളിന്റെ വിദ്യാരംഗം, കലാസാഹിത്യവേദി, വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് നിങ്ങൾ ഈ രീതിയിൽ ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 1-2 വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ മാത്രം ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് സ്കൂളിലെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമെല്ലാം ഈ ഒരു രീതിയിലുള്ള പഠനബോധന പ്രക്രിയകൾ മാത്രമാണ് ഇന്ന് നടത്തി വരുന്നത്. ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഇപ്പോ എനിക്ക് ഈ സ്ക്രീനിലെ കുറച്ച് അധ്യാപകരുടെയൊക്കെ മുഖങ്ങൾ കാണാം. അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോഴും കുറച്ച് കുട്ടികളുടെയൊക്കെ വീഡിയോയിലൂടെയൊക്കെ മുഖങ്ങൾ കാണാം. എന്നാൽ പലപ്പോഴും കുട്ടികളെ വീഡിയോ ഇട്ടുകൊണ്ട് ഈ ഇതുപോലുള്ള ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് അതിൽ വലിയ വൈമുഖ്യം ഉണ്ടെന്നാണ് അധ്യാപകരിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്. എന്നാൽ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ക്ലാസ് മൊത്തത്തില് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക കൈകാര്യം ചെയ്യുമ്പോൾ ആ അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയ്ക്കോ കിട്ടുന്ന ആ വലിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കണ്ടുകൊണ്ട് അവരുടെ ഭാവരസങ്ങളെല്ലാം ക്ലാസ്സിൽ നേരിട്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ആ ടീച്ചറിന് വലിയ ആത്മനിർവൃതിയാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ വികാരങ്ങളും അവരുടെ ദേഷ്യവും പുഞ്ചിരിയും സങ്കടവും അതേപോലെ തന്നെ അവരിലുണ്ടാകുന്ന വികാര പ്രകടനങ്ങള് ഈ ക്ലാസിന്റെ ഗതിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ അധ്യാപകരെ ഏറെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ അധ്യാപകരെല്ലാം ഇന്ന് ആ കാര്യത്തില് ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ ക്ലാസിന്റെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യമാണ്. പിന്നെ അത് കൂടാതെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ മൊത്തത്തില് എല്ലാവർക്കും ഈ ലോക്ക്ഡൌൺ കാലവും പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടമൊക്കെ ഒരു നിരാശയുടെയും സന്തോഷമില്ലായ്മയുടെയൊക്കെ കാലഘട്ടമാണെന്ന് എല്ലാവർക്കും അറിയാലോ. സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളും അതേപോലെ തന്നെ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന വിള്ളലുകൾ ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ബന്ധപ്പെടാറുള്ള അല്ലെങ്കിൽ പല വീടുകളിലും പല സൗഹൃദങ്ങളും ബന്ധുമിത്രാദികളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ വരാറുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്, ചെറിയ ചെറിയ യാത്രകൾ പോകാറുണ്ട്. ഇതെല്ലാം നമുക്കിപ്പോ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ മാനസികമായിട്ട് എല്ലാവരും ഒരു വലിയ ഫ്രസ്ട്രേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാൻ സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടമുണ്ട്. പലപ്പോഴും ആ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് അത് എന്നുള്ളതല്ല. പക്ഷെ നമുക്കതിനെ അതിജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി കൂടി ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആ മേഖലയിൽ പല റിസർച്ചുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നിപ്പോ വാക്സിനേഷൻ എല്ലായിടത്തും അതിങ്ങനെ വളരെ വേഗത്തിൽ എല്ലാവരും വാക്സിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ അതിജീവിക്കാനുള്ള ഓരോ തന്ത്രങ്ങള് വിവിധ ദേശങ്ങളില് അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താല് നമ്മളത് നെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു വെളിച്ചത്തിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പലപ്പോഴും ഒരു ഏറ്റവും കൂടുതൽ കുട്ടികളെ ആണ് ഇതിനകത്ത് നിരാശ ബാധിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തു കാണാം. അതിനൊരു കാരണം നമ്മൾ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയും ഒക്കെ കാണുന്നത് ഇത് പലപ്പോഴും കുട്ടികള് വളരെ പ്രശ്നക്കാരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. വീടുകളിലും അതേപോലെ തന്നെ സമൂഹത്തിലും ഒക്കെ
അവര് വീടുകളിൽ ഇരുന്ന് മാതാപിതാക്കളോട് പലപ്പോഴും വഴക്കടിക്കുകയും പല കുട്ടികളിലും അവരെ മാതാപിതാക്കളെ ഭയപ്പെടുത്തുന്ന തരത്തില് അവര് പല പ്രവണതകളും അവരുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുകയും അവരുടെ ദേഷ്യവും സങ്കടവും നിരാശയെല്ലാം അത് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് അവരുടെ കുടുംബവും വീടും ആ വീടിന്റെ പരിസരം എല്ലാം മാറുകയാണ്. മറ്റേന്ന് പറഞ്ഞാൽ അവർ കൂട്ടുകാരെ കാണുന്നു, അധ്യാപകരെ കാണുന്നു, സ്കൂളിൽ വരുമ്പോൾ അവർ വേറൊരു മൂഡിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോ ഈ ഒരേ മൂഡിൽ തന്നെ പോകുമ്പോഴേ ഓൺലൈൻ ക്ലാസ് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എന്റെ മക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഇത് നമ്മൾ അതിജീവിക്കും, അതിനെ സംശയമൊന്നുമില്ല. ലോകചരിത്രത്തില് ഇങ്ങനെയുള്ള വലിയ ഇരുണ്ട കാലഘട്ടത്തിലൂടെയും അതേപോലെ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ പോയി ലോകം തന്നെ വെട്ടിപ്പിടിച്ച ഒത്തിരി ആളുകളെ കുറിച്ച് നമുക്കറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങള് തോമസ് ആൽവ എഡിസൺ വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ച മനുഷ്യനാണ്. ഈ മനുഷ്യൻ അദ്ദേഹത്തെ സ്കൂളിൽ ചേർത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിലെ പ്രിൻസിപ്പാള് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തു. ഈ ലെറ്റർ നീ തുറന്നു വായിക്കരുത്, ഇത് നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം, അമ്മ മാത്രമേ ഇത് വായിക്കാവൂ എന്ന് പറഞ്ഞാണ് ഈ കുട്ടിയുടെ കയ്യില് ഈ പ്രധാന അധ്യാപകരുടെ പ്രിൻസിപ്പാള് ലെറ്റർ കൊടുത്തിട്ടുള്ളത്. അവനെന്തായിരിക്കും വലിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പഠിക്കാൻ വളരെ മോശമായിരുന്നു, ഒരു മണ്ടനായ കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം ചെറുപ്പത്തിൽ. അപ്പൊ ഈ ലെറ്റർ കൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ ഇത് വായിച്ചിട്ട് അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യം ഈ കുട്ടിയോട് എങ്ങനെ പറയും, അതായി അമ്മയുടെ സങ്കടം. പക്ഷെ ബുദ്ധിമതിയായ അമ്മ എന്ത് ചെയ്തു പറയാമോ? ആ അമ്മ അതിലെഴുതിയിരിക്കുന്ന ലെറ്ററിന്റെ ഉള്ളടക്കം മറച്ചു വെച്ചുകൊണ്ട് മകനെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു, മോനെ, നിന്റെ പ്രിൻസിപ്പാള് ഒരു ലെറ്റർ ഇങ്ങനെ അയച്ചു തന്നിരിക്കുകയാണ്, മറ്റൊന്നുമല്ല, നീ നല്ല സമർത്ഥനായ ഒരു കുട്ടിയാണ്, ബുദ്ധിമാനാണ്, നിനക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ആ സ്കൂളിലില്ല, കാരണം ആ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് അത്രയും വരികയില്ല, അതുകൊണ്ട് നിന്നെ ഈ സ്കൂളല്ല ഇതിനേക്കാൾ നല്ല ഏതെങ്കിലും സ്കൂളിൽ ചേർന്ന് പഠിപ്പിക്കണമെന്നാണ് നിന്റെ പ്രിൻസിപ്പാള് എന്നെ അറിയിച്ചിരിക്കുന്നത് എന്ന് ആ കത്തിലെഴുതിയിരിക്കുന്ന ഉള്ളടക്കം മറച്ചു വെച്ചുകൊണ്ട് ഈ അമ്മ മകനോട് പറഞ്ഞ് മകനൊരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ മകനെ വേറെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തു. അങ്ങനെ അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു വലിയ പ്രചോദനം ഭാവിയിലെ വലിയ ശാസ്ത്രജ്ഞനാകുന്നതിന് തോമസ് ആൽവ എഡിസനെ സഹായിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ നിങ്ങളുടെ സയൻസ് സാർമാരുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും. ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മൂലകം ഉപയോഗിച്ചാണ് അദ്ദേഹം ഫിലമെന്റ് നിർമ്മിച്ചത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം അനേക മൂലകങ്ങൾ ഉപയോഗിച്ച് ഫിലമെന്റ് നിർമ്മിച്ചു. പക്ഷെ സ്വിച്ച് ഇടുമ്പോൾ ഫ്യൂസ് ആയി പോകും. പല മൂലകങ്ങൾ നമുക്കറിയുന്നത് 100 ജില്ലാ എലമെന്റ്സ് 110 എലമെന്റ്സ് ഭൂമിയിലുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്തായാലും 100-നടുക്ക് മൂലകങ്ങൾ ഉണ്ടായിരുന്ന അതെല്ലാം തന്നെ അദ്ദേഹം പരീക്ഷിക്കുന്നത്. ഓരോ പരീക്ഷണങ്ങളും പരാജയപ്പെടുമ്പോഴും ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഇച്ചിരി മുമ്പ് കണ്ടുപിടിച്ചു, ചെമ്പ് കൊണ്ട് ഫിലമെന്റ് ഉണ്ടാക്കിയാൽ അത് കത്തിപ്പോകുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു, ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ അലുമിനിയം കൊണ്ട് ഫിലമെന്റ് ഉണ്ടാക്കിയാൽ കത്തിപ്പോകുമെന്ന് ഞാൻ ഇപ്പോഴേ കണ്ടുപിടിച്ചോളൂ. ഇങ്ങനെ അദ്ദേഹം ഓരോന്നും കണ്ട് ഓരോ പരാജയത്തിലും അദ്ദേഹം ഇങ്ങനെ കുറിച്ചു വെച്ചു, ഞാനിപ്പോ കണ്ടുപിടിച്ചു എന്നാണ് കുറിച്ചു വെച്ചത്. അവസാനം ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മൂലകം ഉപയോഗിച്ച് ഫിലമെന്റ് നിർമ്മിച്ചപ്പോൾ അത് ഏകദേശം 2-3 നൂറ്റാണ്ടുകൾ ലോകത്തിന് മുഴുവനും വെളിച്ചം പകരുന്ന ബൾബിന്റെ വലിയ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മളൊക്കെ ആണെങ്കിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടികളോട് ചിന്തിച്ച് അതിലൊക്കെ ഒറ്റ ഏറ് വെച്ചു കൊടുത്തിട്ട് എനിക്കൊരു നേരം ഉണ്ടാവില്ല ഇതിന്റെ പുറകെ നടക്കാനെന്ന് പറഞ്ഞ ക്ഷമയില്ലാതെ നമ്മള് അത് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്ന വലിയൊരു അച്ചീവ്മെന്റ്, ഈ കണ്ടുപിടിക്കാമായിരുന്ന വലിയ കാര്യം നമ്മളുടെ ആ ഒരു ക്ഷമയിലായതുകൊണ്ട് ഒരു പക്ഷെ നമ്മൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കും. പുറകോട്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. ഇതുപോലെ തന്നെ ഈ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു കൃതിയെ കുറിച്ച് നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടായി. അത് എഴുതിയത് നാഥാനിയൽ ഹൗത്രോട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ഒരു സാഹിത്യകാരനാണ്. വാസ്തവത്തിൽ ഈ നാഥാനിയൽ ഹൗത്രോട്ട് ഒരു സാഹിത്യകാരനൊന്നും അല്ലായിരുന്നു. ഇദ്ദേഹം ഒരു സാധാരണ ഒരു ടെക്നീഷ്യനായിരുന്നു.
അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അകാരണമായിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ഇദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് വേറെ ഒരു ജോലി അറിയില്ല. അങ്ങനെ നിരാശനായിട്ട് വീട്ടില് 1-2 വർഷങ്ങൾ ചടഞ്ഞുകൂടിയിരുന്നു. ഇനി ആത്മഹത്യ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്കുകൂട്ടി നിരാശനായിട്ട് വീടിന് പുറത്തിറങ്ങാതെ ഒരു ഇരുണ്ട മുറിയില് അനേക നാളുകൾ ഈ മനുഷ്യൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വലിയ സങ്കടമായി. അവള് പറഞ്ഞു കൊടുത്തു, നിങ്ങള് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ചില കഴിവുകളുണ്ടല്ലോ, ആ കഴിവുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ലേ? നിങ്ങൾ ചെറുപ്പത്തിൽ കവിതകളും അതേപോലെ തന്നെ ചില സാഹിത്യങ്ങളും ചില കഥകളൊക്കെ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, അത് നല്ലതാണല്ലോ. ഈ ഒരു കാലയളവ് നമുക്ക് കഥകൾ എഴുതുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സർഗാത്മക ശേഷിയെ ഒന്ന് പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ എഴുതാൻ സാധിക്കില്ലേ എന്ന ഭാര്യയുടെ ആ വാക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തട്ടുകയും അദ്ദേഹം അങ്ങനെ ഒരു പരിശ്രമത്തിലേക്ക് നീങ്ങുകയും അങ്ങനെ ചെറിയ ചെറിയ കൃതികളെല്ലാം എഴുതി ഈ സ്കാർലറ്റ് ലെറ്റർ വിശ്വവിഖ്യാതമായ കൃതിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കോടികള് സമ്പാദിക്കുന്നതിന് സാധിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പുസ്തകത്തിന്റെ പുറംചട്ട കണ്ട് അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റിനെ മനസ്സിലാക്കാതെ വിധി എഴുതുന്നവരാണ്. പലപ്പോഴും പല കുട്ടികളെയും ബാഹ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് വലിയ ആർഭാടമൊന്നും കാണില്ല, അല്ലെങ്കിൽ വലിയ സൗന്ദര്യം കാണില്ല, അല്ലെങ്കിൽ നല്ല വസ്ത്രം കാണില്ല, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ബാഹ്യമായിട്ടുള്ള അവരുടെ വസ്ത്രവിധാനത്തെയും ബാഹ്യമായിട്ടുള്ള പേഴ്സണാലിറ്റിയൊക്കെ കണ്ട് അവൻ മോശമാണ്, അവൻ നല്ലതാണെന്നൊക്കെ സമൂഹം അങ്ങനെയാണ് പലപ്പോഴും വിധി എഴുതുന്നത്. എന്നാൽ അധ്യാപകര്, നല്ല അധ്യാപകര് ഒരു കുട്ടിയുടെ ഉള്ളിൽ അവന്റെ ബാഹ്യമായിട്ടുള്ള ആഡംബരമോ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തെക്കാൾ ഉപരി ഉള്ളിലുള്ള സർഗാത്മക ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിന് പരിശ്രമിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്, അല്ലാതെ സാഹചര്യങ്ങൾ നമ്മുടെ പുറകെ വരികയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകര് വീടുകളിലാണെങ്കിലും ഇരുന്നു കൊണ്ട് ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതുപോലുള്ള സയൻസിന്റെ ആണെങ്കിലും കണക്കിന്റെ ഒക്കെ ആണെങ്കിലും അധ്യാപകര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർഗാത്മക ശേഷിയെ പരിപോഷിപ്പിച്ച് ഭാവിയിൽ നമ്മുടെയൊക്കെ സ്കൂളിൽ നിന്ന് നല്ല കായിക താരങ്ങളും അതേപോലെ തന്നെ ലോകം മുഴുവനും അറിയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള കുട്ടികളൊക്കെ വരില്ല എന്നായിരുന്നു. ഞാൻ ഓർക്കാണ് ഇപ്പൊ ഈ ഫേസ്ബുക്ക് ഒക്കെ എടുത്തു നോക്കുമ്പോൾ വെന്നിട്ട് സെന്റ് മേരീസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ വലിയ വലിയ ഇംഗ്ലണ്ട്, അമേരിക്ക, അതേപോലെ ഓസ്ട്രേലിയയിലൊക്കെ പല കുട്ടികളുടെയും അവരുടെ പ്രൊഫൈല് നോക്കുമ്പോൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ സെന്റ് മേരീസിൽ പഠിച്ചു പോയ കുട്ടികള് ഇന്ന് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും തന്നെ എത്തപ്പെട്ടു എന്നുള്ളതിൽ ഞങ്ങൾ അധ്യാപകർക്ക് മാത്രമല്ല നമ്മുടെ നാടിന് വലിയ അഭിമാനമാണ്. നിങ്ങൾക്കറിയാം, നീരജ് ചോപ്ര ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ്. ഇന്ത്യ അത് അത്ലറ്റിക്സിലെ ഒരു മെഡൽ കിട്ടുന്നതിന് അനേക വർഷങ്ങൾ കാത്തിരുന്നു. ഇത്രയും 137 കോടി ജനങ്ങളുള്ള ഈ രാജ്യം കാത്തിരുന്ന ഇന്നലെയാണ് നമുക്ക് അതിന് സാധിച്ചത്. ഒരു സ്വർണ്ണ മെഡൽ തന്നെ ജാവലിൻ ത്രോയില് നീരജ് ചോപ്ര അത് നേടിയപ്പോൾ രാജ്യം മുഴുവനും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആർക്കും ഒരു ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പോർട്സ് ഐറ്റത്തിൽ പോലും ഒരു മെഡൽ നേടാൻ സാധിക്കില്ല. അതിന്റെ പിന്നില് കഠിനാധ്വാനം. ഈ പുഴകളിലൂടെ ഒഴുകുന്ന കല്ല് നമുക്കറിയാം, വളരെ ഏത് പുഴയിലേക്ക് കഴിഞ്ഞാൽ നല്ല മിനുസമുള്ള കല്ലുകൾ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ട് അത് കാണുമ്പോൾ. കൂർത്തുമൂർത്ത വലിയ പാറക്കഷ്ണങ്ങളായിട്ട് ഏതോ മലയുടെ മുകളിൽ നിന്ന് മലവെള്ളപ്പാച്ചിലിനോടൊപ്പം അവിടെ നിന്ന് ചിന്നിച്ചിതറി കാലഗതിയുടെ ഒഴുക്കിനനുസരിച്ച് അനേക വർഷങ്ങള് ഒഴുകി ഉരുണ്ട് അതിന്റെ കൂർത്തുമൂർത്ത മുനകളെല്ലാം മാറി ഇന്നത് സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു കല്ലായിട്ട് നമ്മൾ കാണുമ്പോൾ അത് എത്രമാത്രം പ്രയാണം ചെയ്തതിനു ശേഷമാണ് അതിന്റെ ആ കൂർത്തുമൂർത്ത മുനകളെല്ലാം നഷ്ടമായിട്ട് ഇന്നത് കാണാൻ ഭംഗിയുള്ള മിനുസമുള്ള ഒരു കല്ലായി തീർന്നത് എന്ന് നമ്മള് പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളിലും ഇതുപോലുള്ള കൂർത്തുമൂർത്ത ചില നെഗറ്റീവ് ചിന്തകളുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകള് നമ്മളിൽ നിന്ന് മാറ്റാനായിട്ട്, അതായത് ഒരു കുട്ടിയുടെ ജീവിതത്തില് അവനെ ഏറ്റവും കൂടുതൽ മാർഗദർശിയായിട്ട് അവനെ വഴി കാട്ടുന്നത് അവന്റെ മാതാപിതാക്കൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. രണ്ടാമത് അധ്യാപകർ. എന്നെ കേൾക്കുന്ന ഈ സമയം കുടുംബങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കുട്ടികളെ
നിങ്ങൾ കോപിപ്പിക്കാതെ അവരെ ഈശ്വരാനുഗ്രഹത്തില് അവരെ ദൈവത്തിന്റെ മക്കളായിട്ട് വളർത്തുന്നതിന് ക്ഷമയോടുകൂടി അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ യാതൊരു സംശയവുമില്ല നമ്മുടെ കുട്ടികൾ ഏറ്റവും മികച്ച ഒരു നിലവാരത്തിലേക്ക് ഉയരും എന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എനിക്ക് വർഷങ്ങളായിട്ട് ഞാനിപ്പോ ഈ മാർച്ചിലെ റിട്ടയർ ആയെങ്കിലും എന്നെ സംബന്ധിച്ച് പോത്താനിക്കാട് സ്കൂൾ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ജീവിതത്തിൽ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു ദേശമാണ് പോത്താനിക്കാട് എന്ന് പറയുന്നത്. സ്നേഹിച്ചാല് ഒത്തിരി മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു ജനസമൂഹമുള്ള ഒരു നാട്. അപ്പോ ആ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും അവിടെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവര് ഹൃദയം പറിച്ചു കൊടുക്കുന്നവരാണ്. ഒരു യഥാർത്ഥത്തിൽ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നന്മകളുള്ള ഒത്തിരി ആളുകളുടെ ഒരു സമൂഹമാണ് ഈ പ്രദേശം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെ സ്കൂളിലെ അധ്യാപകരെ കുറിച്ചും അങ്ങനെ തന്നെ ഞാൻ പലപ്പോഴും സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി നല്ല അധ്യാപകര് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതില് നാളത്തെ നിങ്ങളുടെ വളർച്ചയില് നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരും നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവുമില്ല. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. അപ്പൊ പല കഴിവുകളുള്ള വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളെ ഒരുമിപ്പിച്ച് അവരുടെ ഭാവിയെ ലക്ഷ്യമാക്കി മാർഗദർശികളായിട്ട് നമ്മുടെ അധ്യാപകരെ നിലകൊള്ളുമ്പോൾ അവരിൽ മൂല്യങ്ങൾ വളർത്തുന്നതിന് സ്നേഹവും അതേപോലെ തന്നെ മനുഷ്യത്വവും നന്മയും സഹനശക്തിയും ഇതുപോലുള്ള നല്ല മൂല്യങ്ങളിലേക്ക് നിങ്ങളെ തിരിച്ചുവിടുന്നതിന് നിങ്ങളെ പരിശ്രമിക്കുമ്പോൾ അധ്യാപകർ പറഞ്ഞു തന്ന നല്ല മൂല്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ മക്കളോട് എനിക്ക് പറയുവാനുള്ളത്. ആ മൂല്യങ്ങൾ ജീവിതത്തില് ഇന്ന് മാത്രമല്ല നാളെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും പറഞ്ഞു തന്ന ആ നല്ല കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുന്നതിന് നിങ്ങൾ അത് ഏറ്റവും പരിശ്രമിക്കണം. അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കാലഘട്ടം മോശമാണെങ്കിലും ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ വല്ലവരും വിജയിക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മള് ശരിക്കും നമ്മളുടേതായ പങ്ക് നമ്മുടെ ജീവിത വിജയത്തിന് അത് ഏറ്റവും നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ ഒരു ആത്മവിശ്വാസത്തോടുകൂടി എനിക്കത് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ചെയ്യാനുണ്ട്. പല ക്ലബുകളുടെയും ഒക്കെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ കുറച്ച് കുട്ടികളെയൊക്കെ അധ്യാപകര് സ്കൂളിൽ വിളിക്കും, അല്ലാതെ വീട്ടില് വെച്ച് വർക്കുകളൊക്കെ തരും. ആ വർക്കുകളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്കും പ്രിയപ്പെട്ടവരാകണം, കുട്ടികൾക്കും പ്രിയപ്പെട്ടവരാകണം, നാടിനും പ്രിയപ്പെട്ടവരാകണം, നിങ്ങളുടെ രാജ്യത്തിനും പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് തന്നെ കൊള്ളാവുന്നവരായിട്ട് മാറണം. ഞാൻ ഒരു സംഭവ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാം മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയക്കാരനോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണമെന്നോ മോഹിച്ച് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. അദ്ദേഹം ശരിക്കും ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. സ്പേസ് അദ്ദേഹത്തിന് എപ്പോഴും വലിയ സങ്കല്പവും വലിയ സ്വപ്നവുമായിരുന്നു. ഈ മനുഷ്യൻ മദ്രാസിനടുത്തുള്ള രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. അദ്ദേഹത്തിന്റെ അമ്മ ആയിഷാമ്മയും അദ്ദേഹത്തിന്റെ പിതാവ് ജൈനുലബ്ദീനും നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ, ഫയർ ഓഫ് വിങ്സ്, അഗ്നിക്ക് ഹിന്ദിയിലൊക്കെ അതിന്റെ എല്ലാ ഭാഷകളിലും അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ വായിച്ച് എന്റെ മനസ്സിൽ സ്പർശിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പിതാവിന് ഈ ബോട്ട് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ പണിശാലയാണ്. ബോട്ടുകൾ ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കും. ഈ പണിശാലയിലെ കലാപം കുട്ടിയായിരുന്നപ്പോൾ പിതാവിനെ സഹായിക്കാനായിട്ട് എന്നും പോകുമായിരുന്നു. അങ്ങനെ പകലടിയോളം അവര് പണിയൊക്കെ എടുത്ത് വൈകുന്നേരം ആകുമ്പോഴാണ് ഒരു സാധാരണ കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പൊ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഉമ്മ എന്തെങ്കിലും പാകം ചെയ്ത് വെച്ചിരിക്കും. അത് കഴിക്കും. മിക്കവാറും ചപ്പാത്തി ആയിരിക്കും. ഒരു ദിവസം വന്നപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത് കരിഞ്ഞ ചപ്പാത്തിയാണ്. കരിഞ്ഞ ചപ്പാത്തി. കലാമിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കലാം അത് കഴിക്കാതെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അമ്മയോട് ഭയങ്കര ദേഷ്യം തോന്നി. ഈ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വരുമ്പോ അമ്മ കരിഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചത്.
അപ്പൊ കലാം ഇങ്ങനെ പിതാവ് ഈ ചപ്പാത്തി എടുത്ത് കഴിക്കുമ്പോൾ അമ്മയെ വഴക്ക് പറയും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കലാം എന്ന കൊച്ചുകുട്ടി ഇത് നോക്കിയിരിക്കുന്നത്. പക്ഷേ അച്ഛൻ ആ ചപ്പാത്തികളെ 1, 2, 3 എടുത്ത് വളരെ രുചിയോടുകൂടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ലാതെ ചപ്പാത്തി ഉണ്ടാക്കി ചേർന്ന് കറി കഴിച്ചു. ഉമ്മ മാറി അവിടെ കട്ടളപ്പടിയില് ഇങ്ങനെ ഒരു നിരാശാ മുഖഭാവത്തോടുകൂടി, കാരണം ചപ്പാത്തി കഴിക്കുന്നതിൽ അവർക്ക് വളരെ സങ്കട മുഖഭാവത്തോടുകൂടി അവർ ഇരിക്കുകയാണ്. അദ്ദേഹം കഴിച്ചിട്ട് കൈയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അപ്പുറം മുറിയിലേക്ക് പോയി. ഈ കലാം പിതാവിന്റെ പുറകെ ചേർന്നു പിതാവിനോട് ചോദിച്ചു, അമ്മ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി കരിഞ്ഞു പോയിട്ട് അച്ഛന് ദേഷ്യമൊന്നുമില്ലേ എന്നാണ് ചോദിച്ചത്. അച്ഛന് ദേഷ്യമൊന്നുമില്ല ഈ കരിഞ്ഞ ചപ്പാത്തി കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മയോട് ദേഷ്യമില്ലേ? അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാണ്, മോനെ അമ്മ എന്നും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ്. ഈ വീട്ടിൽ എന്തെല്ലാം ജോലികളാണ് അമ്മ ചെയ്യുന്നത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വീട് മുഴുവനും നോക്കി നടത്തുന്നത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു കൈപ്പിഴ പറ്റി ചപ്പാത്തി കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അമ്മയെ വഴക്ക് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് സങ്കടമായില്ലേ എന്ന് ഈ മകനോട് പിതാവ് ചോദിച്ചു. ഇത് ഇദ്ദേഹം ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ഈ ക്ഷമിക്കുവാനുള്ള കഴിവ് അതൊരു കുടുംബത്തിൽ, ഞാനിത് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു കാരണം, ഇന്ന് ഏറ്റവും കൂടുതൽ പേരൻസ് കുട്ടികളെ കുറിച്ച് പരാതി പറയുന്നത് അവർക്ക് ക്ഷമ ഒട്ടും ഇല്ല എന്നാണ്. മൂക്കത്ത് ഈച്ച വന്നിരുന്നാൽ വാക്കത്തേക്ക് വെട്ടിക്കൊല്ലുന്ന സ്വഭാവമുള്ള പല കുട്ടികളും. മൂക്ക് പോയാലും വേണ്ടില്ല, ഈച്ച ചാടണം, ദേഷ്യമാണ്, മുൻശുണ്ടിയാണ്. അപ്പൊ അങ്ങനെ മുൻശുണ്ടിക്കാരായ കുട്ടികളെ കൊണ്ട് ഇന്ന് കേരളം നിറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തില് സ്കൂളും അതേപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷമൊക്കെ കുട്ടികൾക്ക് നിഷിദ്ധമായതോടുകൂടി അവരിൽ അക്രമവാസനയും ദേഷ്യവും പകയും വിദ്വേഷവും പിണക്കവും എന്ന് വേണ്ട അധമ ചിന്തകളാല് നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സുമായിട്ട് വീടുകളിലെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടെന്ന് ഞാൻ കേട്ടതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഇങ്ങനെയൊരു സംഭവത പറയുവാനായിട്ട് ഇപ്പോൾ ഞാൻ മുതിർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ക്ഷമയോടുകൂടി എല്ലാം കാത്തിരിക്കണം. നമ്മള് എഡിസിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ സ്കാർലറ്റ് എഴുതിയ ഔത്രോന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ലോകചരിത്രത്തില് ഇതുപോലെ ഉയരങ്ങൾ കീഴടക്കിയ പലരുടെയും ജീവിതം സ്റ്റാർട്ടിങ് വളരെ നിരാശാജനകമായിട്ട്, വളരെ പാവപ്പെട്ട സാഹചര്യത്തില്. എബ്രഹാം ലിങ്കന്റെ തെരുവ് വിളക്കിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ചാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പദവി വരെ എത്തിയ എബ്രഹാം ലിങ്കന്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആരും ജനിച്ചു വീഴുമ്പോൾ സ്വർണ്ണക്കരണ്ടി സ്വർണ്ണ സ്പൂൺ വായിൽ വെച്ചിട്ടൊന്നല്ല ജനിച്ചത്. ഞങ്ങളെല്ലാം സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഇന്ന് അധ്യാപകരായിട്ട് ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാവരും ആരും അരിസ്റ്റോക്രസി അവകാശപ്പെടുന്നില്ല. പക്ഷേ ജീവിതത്തിന്റെ യാത്രയില് പലപ്പോഴും അത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് സഹനവും ക്ഷമയും കുറെ ഈശ്വരാനുഗ്രഹവും, പിന്നെ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും അനുസരിക്കാനുള്ള ഒരു ഗുരുത്വം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഗുരുത്വം 3 അക്ഷരമുള്ളതിൽ വളരെ വിശാലമായ ഒരു അർത്ഥമാണ്. അപ്പോൾ ഇന്ന് ഈ വിദ്യാരംഗവും വിവിധ ക്ലബുകളുടെയും കലാസാഹിത്യ വേദികളുടെയൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കലയും സാഹിത്യവും എല്ലാം മനുഷ്യനെ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും അവനിലുള്ള അധമ ചിന്തകളെല്ലാം മാറി അവനിലെ ഊർജം കൊടുക്കുന്ന പോസിറ്റീവ് ചിന്തകളാൽ നിറയ്ക്കുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കലയെയും സാഹിത്യത്തെയും അങ്ങേയറ്റം സ്നേഹിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുട്ടിക്ക് വരയ്ക്കാനാണെങ്കിൽ മറ്റൊരു കുട്ടിക്ക് പാടാനായിരിക്കും എന്ത് കഴിവുകളാണുള്ളത്, ആ സർഗാത്മക ശേഷിയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഭാവിയിൽ നല്ല മക്കളായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്റെ അധ്യാപകരെ കുറിച്ച് ഞാൻ പറഞ്ഞു, എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി മനസ്സ് മുഴുവനും ഒത്തിരി സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന നല്ല കുറെ അധ്യാപകരുള്ള നമ്മുടെ സ്കൂളിനെ കുറിച്ച് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ആ പഞ്ച്, അതായത് നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ എല്ലാവരും തങ്ങളുടെ സ്വന്തം മക്കളെ പോലെ തന്നെ ഈ മക്കളെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കൂള് ഇനിയും ധാരാളം ഉയരങ്ങൾ കീഴടക്കി നന്മയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ ഈ സ്കൂളിന്റെ വിദ്യാരംഗത്തിന്റെയും
കലാസാഹിത്യവേദിയുടെയും അതേപോലെ തന്നെ വിവിധ ക്ലബുകളുടെയും സാഹിത്യ സമാജത്തിന്റെയും ഉദ്ഘാടനം ഇപ്പോഴിവിടെ നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ റിട്ടയർ ആയെങ്കിലും ഓർക്കുകയും കരുതുകയും ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ഇതിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളോട് എല്ലാവരോടും പ്രത്യേകിച്ച് ഇതിന്റെ ഇപ്പോൾ അതിന്റെ കൺവീനറായിട്ട് ആക്ട് ചെയ്യുന്ന ഷിബി ടീച്ചറോടും സ്റ്റാഫ് സെക്രട്ടറിയോടും എല്ലാവരോടും എനിക്കുള്ള സ്നേഹവും നന്ദിയും ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. താങ്ക് യു ബിജോയ് സാർ. ബിജോയ് സാറിൻ്റെ വാക്കുകൾ നമ്മുടെ കുട്ടികൾക്ക് ഭാവി ജീവിതത്തിൽ ഒത്തിരി പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ജാലകം 2021-22 പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ മുഖ്യ അതിഥിയും മുഖ്യ പ്രഭാഷണം നൽകിയതുമായ ബിജോയ് സാർ നിർവഹിക്കുന്നു. അതോടൊപ്പം യോഗ അധ്യക്ഷനായ നമ്മുടെ മാനേജർ ശ്രീ ജെയിംസ് വർഗീസ് സാർ, കൂടാതെ ഹെഡ് മിസ്ട്രസ് ഷാനി ടീച്ചർ നിലവിളക്ക് തെളിയിക്കുന്നു. കവിതാ ആലാപനത്തിനായി ചന്ദന ചന്ദ്രകുമാറിനെ ക്ഷണിക്കുന്നു. മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്ന കവിതയാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണീ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണീ. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലഞ്ഞുണ്ണീ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലഞ്ഞുണ്ണീ. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണീ, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണീ. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ. ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണീ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണീ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണീ. തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണീ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണീ. താങ്ക് യു ചന്ദന. ഇനി ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിബു വർഗീസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട മാനേജർ ജെയിംസ് വർഗീസ് സാറ്, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുൻ ഹെഡ്മാസ്റ്റർ ബിജോയ് സാറ്, ബഹുമാനപ്പെട്ട ടീച്ചർ ഷാൻ ടീച്ചർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷിബി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി നിമി ടീച്ചർ, മറ്റ് ബഹുമാനപ്പെട്ട അധ്യാപകരെ, PTA കമ്മിറ്റി അംഗങ്ങളെ, ഈ സാഹിത്യ സമാജത്തിന്റെ വിദ്യാരംഗത്തിന്റെ മറ്റ് ക്ലബുകളുടെ ഒക്കെ ഉദ്ഘാടന വേളയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ഷിബു വർഗീസ്. അടുത്തതായി നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി മിനി ഷിബുവിനെ ആശംസയ്ക്കായി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം.
ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജെയിംസ് സാർ, ഹെഡ് മിസ്റ്റർ ഷാനി ടീച്ചർ, മുൻ ഹെഡ് മാസ്റ്റർ ഉദ്ഘാടകനുമായ ബിജോയ് സാർ, അധ്യാപകരെ, PTA പ്രസിഡന്റ് ഷിബുചേട്ടൻ, മറ്റ് PTA ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുക എന്നതാണല്ലോ എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന കടമ. മുൻ വർഷങ്ങളിൽ വളരെ ആഘോഷകരമായി നടത്തിയിരുന്ന സാഹിത്യ സമാജം, വിദ്യാരംഗം, വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെയൊക്കെ ഉദ്ഘാടന ചടങ്ങ് കൊറോണ എന്ന മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിലും വളരെ ഭംഗിയായി ഓൺലൈനിലായി നടത്തിയിരിക്കുകയാണല്ലോ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലെയും മറികടക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഇപ്പോൾ നടന്ന ഈ ചടങ്ങ്. വിദ്യാഭ്യാസം എന്നത് കേവലം പാഠപുസ്തകത്തിലുള്ളത് മാത്രം മനഃപ്പാഠമാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ എല്ലാ കഴിവുകളെയും പരിപോഷിപ്പിക്കുക എന്നുകൂടി ഉള്ളതാണ്. വ്യക്തിത്വ വികസനത്തിന് ഇത് ഏറ്റവും അനിവാര്യമാണ്. സാഹിത്യ സമാജത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾ കുട്ടികളുടെ വികസന വൈവിധ്യമാർന്ന കഴിവുകളെ ഉണർത്താനും വളർത്താനും സാംസ്കാരിക ശാസ്ത്ര അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓൺലൈനായി അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഈ അവസരങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനും സ്വന്തം കഴിവുകളെ തേച്ചു മിനുക്കി എടുക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി മിനി ഷിബു. നമ്മുടെ കലാസാഹിത്യവേദിയുടെ കോർഡിനേറ്റർ ജൂബി ജോസഫ്. ജൂബി ജോസഫിനെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരെ, പ്രിയ കൂട്ടുകാരെ, ഒരു വ്യക്തിയുടെ കലാപരവും സാഹിത്യപരവുമായ കഴിവുകൾ വികസിച്ചെടുക്കുന്ന കാലഘട്ടമാണ് വിദ്യാഭ്യാസ ജീവിതം. അറിവ് നേടുക എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് പാഠപുസ്തകത്തിൽ നിന്നുള്ള കേവല അറിവ് മാത്രമല്ല, സാംസ്കാരികവും കലാപരവും കായികവും ബുദ്ധിപരവുമായ പ്രായോഗിക അറിവ് നേടുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർത്തിയാവുകയുള്ളൂ. ഓർമ്മശക്തി പരീക്ഷിക്കുവാനും ബുദ്ധിക്ക് വ്യായാമം നൽകുവാനുമായുള്ള കേവല രീതിയായി വിദ്യാഭ്യാസവും പരീക്ഷാ രീതികളും അധംപതിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനാണ് സാഹിത്യ സമാജങ്ങളും സമിതികളും സ്കൂളിൽ രൂപവൽക്കരിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇവ കാര്യക്ഷമമായി പ്രവർത്തിക്കാറില്ല. വിദ്യാർത്ഥികളുടെ ബുദ്ധിപരവും ശാരീരികവും മാനസികവുമായ കഴിവുകളെ കണ്ടെത്താനും വികസിപ്പിക്കുകയും പരീക്ഷാ സമ്പ്രദായങ്ങൾ ഇവ വിലയിരുത്തപ്പെടുകയും വേണം. ഇവിടെയാണ് സാഹിത്യ സമാജങ്ങളുടെ പ്രസക്തി. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാഹിത്യ സമാജങ്ങൾക്ക് മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. ഇവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനുള്ള വേദി ഒരുക്കുവാനും സാഹിത്യ സമാജങ്ങൾക്ക് കഴിയും. ഇന്ന് നമ്മുടെ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ക്ലബ്ബുകളുടെ പ്രവർത്തനം കൊണ്ട് കുട്ടികളുടെ സർവോന്മുഖമായ വികസനത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ജൂബി ജോസഫ്. ഇനി വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ ഭാഗമായി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. I am Eldo Sibi. I introduce the profile of G. Aravindan. G. Aravindan, the renowned Malayalam film director, screenwriter, musician and cartoonist. He was born on 21st January 1935 in Kottayam. He experimented in storytelling without regular narrative styles. Before entering the world of films, he was establishing cartoonist. His cartoon series Cheriya Manushyanum Valiya Lokavum won the heart of Malayalis. His well-known films are Uttarayanam, Kanjana Sridhar, Kummati, Okkuvel, Chidambaram, Oyiridathu and Vastuhara. He was honored with the national and state film awards. He also worked in documentary and theatre production. He left the world on 15 March 1991. Thank you. Hi, I'm Marin Baby. Today I'm going to speak about grammars. Grammars like rhymes, internal rhymes, alliteration. What is rhyme? The use of the words in a poem, song that have the same sound and especially at the end of the line. That is rhymes. Examples of rhymes: joys, boys, seen, green. These words are ending with the same sound. That is rhymes. What is alliteration? The use of the same sound at the beginning or adjacent or closely connected words. That is alliteration. The example of alliteration: the birds in the bush. Letter B is repeated. Wherever spots shall be seen. Letter S is repeated. That is the example of alliteration. Then, what is internal rhymes?
is a rhyme that occurs within the lines of a poem, that is internal rhymes. Oh kitty, my love, oh lovely kitty, my love. In this line, kitty kitty is repeated. That is the example of internal rhyme. Thank you all. Now let us watch a conversation. Some days I drop my spoon. I do that sometimes. Some days I went to my pan. I too do that sometimes. I often might cry. I too. Hi, my name is Sharon Baby. Today I am going to speak about limerick and personification. Limerick. Limerick is a funny poem that has 5 lines with this song. There was an old man on a hill who seldom if ever stood still. He ran up and down in his grandmother's gown, which adorned that old man on a hill. This is the poem. First, second and last line are ending with the same pronunciation, and third, fourth are ending with the same pronunciation. This is A song. Then personification. Personification means giving human qualities to non-human thing. It is a literary tool for comparison. When we assign qualities of a person to something, it's not human thing. Example of personification: the moon played with hide and seek with the cloud. Thank you all. Hi everyone, I am going to recite the poem of clouds. White sheep on a blue hill. When the wind stops, you all stand still. When the wind blows, you walk ever slow. White sheep, where do you go? Christina Rossetti. Thank you. The poem A Prayer in Spring was written by one of the most prolific American poet, Robert Frost. Oh, give us pleasure in the flowers today, and give us not to think so far away. As the uncertain harvest, keep us here, all simply in the springing of the year. Oh, give us pleasure in the orchard white, like nothing else by day, like ghost by night. And make us happy in the happy ways, the swarm dilating round the perfect trees, and make us happy in the darting bird, that suddenly above the bees is heard, the meteor that thrust in the needle bell, and of a blossom in mid-air stand still. For this is love, and nothing else is love, the which it is reserved for the God above, to sanctify to what far ends he will, but which it only needs that we fulfill. Thank you. പോത്താനിക്കാട് 7 പഠിക്കുന്നു. ഞാനിവിടെ വ്യത്യസ്തമായ ശാസ്ത്ര പരീക്ഷണമാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായി തുണി, റബ്ബർ ബാൻഡ്, വെള്ളം, കുപ്പി, ഈർക്കിളി. ഞാനിവിടെ ഇത് 3/4 ഭാഗം വെള്ളം ഒഴിച്ച് വായ്ഭാഗം മൂടിയിരിക്കുന്നു. ഇതിന് തലകീഴായി പിടിക്കാം. ഈർക്കിളി കയറ്റാം. ഇതിൽ ദ്വാരമുണ്ടായിട്ടും വെള്ളം താഴെ വീഴാത്തത് വെള്ളത്തിന്റെ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ കൊണ്ടാണ്. നിശ്ചിതമായ ദ്രാവകം അതിന് സാധ്യമായ ഏറ്റവും കുറഞ്ഞ പ്രതല വിസ്തീർണത്തിലേക്ക് ചുരുങ്ങുന്ന പ്രവണതയാണ് പ്രതല ബലം. ഇതാ ഈർക്കിൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഈർക്കിൾ പോലെ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പ്രതലബലം കൊണ്ടാണ്. താങ്ക് യു. ഞാൻ സാന്ദ്ര. ഞാൻ മനീഷ. ഞങ്ങൾ 9th പഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന 2 കെമിക്കൽസ് തമ്മിലുള്ള റിയാക്ഷനാണ്. ഫുഡ് കളർ ചേർത്ത വിനാഗിരിയിലേക്ക് ടിഷ്യൂ പേപ്പറിൽ റോൾ ചെയ്ത ബേക്കിംഗ് സോഡ ചേർക്കുന്നു. ഈ മിശ്രിതത്തിലേക്ക് കുറച്ച് ഡിഷ് വാഷ് കൂടി ചേർക്കുന്നു. ഇവിടെ ഉപയോഗിച്ച വിനാഗിരി അസിറ്റിക് ആസിഡും ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് എന്ന ബേസും ആണ്. ഇവ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടായ കാർബൺ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കൊണ്ട് അവ പുറത്തേക്ക് പതഞ്ഞു പൊന്തുന്നു. ഡിഫ്യൂഷൻ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഈ പാത്രത്തിൽ എടുത്തിരിക്കുന്നത് ജലമാണ്. ഇതിലേക്ക് 2-3 തുള്ളി ഉജാല ഒഴിക്കുന്നു. ഇത് വെള്ളത്തിൽ പടരുന്നത് കാണാം. ഇതുപോലെ നമ്മൾ പെർഫ്യൂം അടിക്കുമ്പോൾ ഗന്ധം അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതും സിമ്പിൾ ഡിഫ്യൂഷന് ഉദാഹരണമാണ്.
നടക്കുന്നത് ഒരു പരീക്ഷണത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കാം. ജല തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള അർദ്ധധാരി സ്തരത്തിലൂടെയുള്ള പ്രവാഹമാണ് ഓസ്മോസിസ്. ഒരു പൊട്ടറ്റോ എടുത്ത് രണ്ടായി മുറിക്കുക. മധ്യഭാഗം തുറന്ന് കപ്പ് പോലെയാക്കുക. ഇത് പാത്രത്തിൽ എടുത്തിരിക്കുന്ന ജലത്തിൽ വെക്കുക. പൊട്ടറ്റോയുടെ ഹോളിലേക്ക് 1/2 സ്പൂൺ ഉപ്പിടുക. 2 മണിക്കൂർ കഴിഞ്ഞ് നിരീക്ഷിക്കുമ്പോൾ പൊട്ടറ്റോയുടെ ഹോൾ ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണാം. ഇവിടെ ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ പൊട്ടറ്റോയിലെ കോശങ്ങൾ അർദ്ധധാരിയ സ്തരമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇത് ഓസ്മോസിസ് ആണെന്ന്. സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്ന പരീക്ഷണമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ജലസസ്യത്തെ ഈ രീതിയിൽ ക്രമീകരിക്കുക. ഈ സംവിധാനം സൂര്യപ്രകാശത്തിൽ അല്പസമയം വയ്ക്കുക. അപ്പോൾ ജലസസ്യത്തിൽ നിന്നും വാതക കുമിളകൾ പുറത്തു വരുന്നതായി കാണാം. ഈ വാതകം ഏതാണെന്ന് പരിശോധിക്കുമ്പോൾ അത് ഓക്സിജൻ ആണെന്ന് മനസ്സിലാക്കാം. ഈ പരീക്ഷണത്തിൽ നിന്നും പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തു. सूरज सदा समय से आता और समय से जाता, चंदा सदा समय से आता और सदा समय से जाता, तारे सदा समय से आते और समय से जाते, सारी दुनिया का चक्कर ये प्रतिदिन एक लगाते, हे पावन समय के फल भर देर नहीं करते, ठीक समय से सोते हैं ये, ठीक समय से है जगते, अगर समय की पाबंदी हम इनसे सीख कर ही जाए तो फिर हम भी सूरज चांद सितारों जैसे बन जाए। नमस्ते, मेरा नाम श्रेया संतोष। आज मैं यहाँ प्यारी माम कविता का आलापन करती हूँ। प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती, तासा तासा दूध पिलाती, तरह तरह का खाना देती, मेरी सारी बातों सुनती, अच्छी अच्छी सीखें देती, संग सुलाती सुबह जगाती, कितने प्यारी अम्मा मेरी। धन्यवाद। Today we are going to sing a song of mathematical വഞ്ചിപ്പാട്ട്. ഒരേ ചിഹ്നമെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക, മറ്റു തുക കാണാനായി മറ്റൊരു മാർഗം. പോസിറ്റീവും നെഗറ്റീവും തുക കാണാൻ ഒരു വഴി, വ്യത്യാസം കണ്ടിട്ടു നൽകൂ വലുതിൻ ചിഹ്നം. പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ചാലും ഹരിച്ചാലും നെഗറ്റീവു തന്നെ കിട്ടും ഉത്തരമായി. വ്യത്യസ്തമാം ചിഹ്നങ്ങളെ കുറയ്ക്കുവാൻ ഒരു വഴി, കുറയ്ക്കേണ്ട സംഖ്യ ചിഹ്നം മാറ്റിക്കൂട്ടുക. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഹാനലിഷ്ബ മാത്യു, സെന്റ് മേരീസ് ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗണിതപഠനം രസകരവും ആയാസകരവുമാക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ജിയോബോർഡ് ജാമിതിയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇതിലെ വിവിധതരം രൂപങ്ങളായ ട്രയാങ്കിൾ, പാരലഗ്രാം, റെക്ടാങ്കിൾ തുടങ്ങിയ ജാമിതി രൂപങ്ങൾ പരിചയപ്പെടുന്നതിനും അവയുടെ പ്രത്യേകതകൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും സാധിക്കും. 2 പാരലൽ ലൈനെ ഒരു വര കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾ, ലീനിയർ, ഓപ്പോസിറ്റ് ആംഗിൾ തുടങ്ങിയവയുടെ പ്രത്യേകതകളും നമുക്ക് മനസ്സിലാകും. ലൈനെ ഒരു വര കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന തത്വമാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ അളക്കുമ്പോൾ നമുക്ക് 120 എന്ന ഇത് കിട്ടും. അതുപോലെ തന്നെ ഈ ആംഗിൾ നമുക്ക് അളക്കുമ്പോൾ നമുക്ക് 120 കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മെഷേഴ്സ് ഈക്വലാണ്. ഇതിലൂടെ നമ്മുടെ തത്വം പ്രൂവായി. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഇത് 2 ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഇത് 2 ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഇത് 2 ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വൃത്തങ്ങളിലെ വിവിധ ആശയങ്ങളും തത്വങ്ങളും പ്രാക്ടിക്കൽ വർക്കിലൂടെ സായത്തമാക്കാൻ സഹായിക്കുന്നു. ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് നമ്മളൊരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സർക്കിളിൻ്റെ സെൻറ്റർ ആണ്, ഇത് ഡയാമീറ്റർ ആണ്. ഈ ഡയാമീറ്ററിൻ്റെ എൻഡ് പോയിന്റിൽ നിന്നും സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്ക് ഈ റബ്ബർ ബാൻഡ് കൊണ്ട് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക.
പൊട്രാക്ടറിൽ ഈ ലൈനെ 0-ൽ വയ്ക്കുക. എന്നിട്ട് അളക്കുമ്പോൾ 90 ഡിഗ്രി കിട്ടും. ഈ സർക്കിളിൻ്റെ ഏത് പോയിന്റിലേക്കും ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയാലും 90 ഡിഗ്രി ആയിരിക്കും. അതിനാൽ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അരുൺ ഷിബു. സെൻറ് മേരീസ് സ്കൂൾ പോത്താനിക്കാട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഐശ്വര്യ ശുഭു. സെൻറ് മേരീസ് സ്കൂൾ പോത്താനിക്കാട് 7A വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗണിത മാജിക്കാണ്. അതിനായി ആവശ്യമുള്ളത് 2 പേപ്പർ, അത് ഒട്ടിക്കുക. ഇപ്പോൾ നമുക്ക് നീളമുള്ള ഒരു പേപ്പർ കിട്ടിയിരിക്കുന്നു. ഇനി നമുക്കിത് സർക്കിളായി മാറ്റാം. ഇത് നമുക്ക് 2ആക്കി നോക്കാം. 2 വൃത്തങ്ങൾ കിട്ടിയിരിക്കുന്നു. ഇതിൽ ഗണിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കും ഇല്ല. ഇനിയാണ് മാജിക്ക്. ആദ്യത്തേതുപോലെ തന്നെ 2 സ്ലിപ്പ് ഒന്നും കൂടി എടുക്കുന്നു, ഒട്ടിക്കുന്നു. കീറുന്നു. എനിക്ക് ആദ്യത്തേതുപോലെ 2 വൃത്തമല്ല കിട്ടിയത്, ഒരു വലിയ വൃത്തമാണ് കിട്ടിയത്. ഇതിൻ്റെ കാരണം നമുക്ക് നോക്കാം. ആദ്യം ചെയ്തതിനെ പോലെ അല്ല ചെയ്തത്. ഒരു ട്വിസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇത് ഒട്ടിച്ചിരുന്നത്. ഇതിനെയാണ് മൊബിയസ് ട്യൂപ്പ് അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു. ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു പാത്രമാണിത്. ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൊള്ളും. Hi friends, I am Adhara Visuresh of 8B class in St. Mary's High School, Pothankad. My name is Aditya Visuresh of class 9B in St. Mary's High School, Pothankad. We are here for a project of solar system. We have made a solar system. Now we can take a look at that solar system. This is the solar system that we have made. The solar system consists of Sun and other 8 planets. The smallest and the closest planet was Mercury, and the second planet was Venus. The third planet was our planet Earth. The living organism is consists in Earth, and 70% of Earth is covered with water. The fourth planet was Mars.
The largest planet in the solar system is Jupiter. The second largest planet was Saturn. And the second last planet was Uranus. And the last planet was Neptune. In this solar system, the planet was revolved around the sun in a fixed path called orbit. In between Mars and Jupiter, there are small rock particles called asteroids. This is a solar system. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഈ കൊറോണ കാലത്ത് നമ്മൾ എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുകയാണല്ലോ. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സൽത്തനത്ത് കാലത്ത് ഡൽഹി ഭരിച്ച രാജവംശങ്ങളും ഭരണാധികാരികളുമാണ് ഈ ഫ്ലോ ചാർട്ടിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തേത് മംലുക് വംശം. മംലുക് വംശം എന്നത് അടിമ വംശം എന്നറിയപ്പെടുന്നു. മംലുക് വംശത്തിലെ ഭരണാധികാരിയുടെ പേര് ഖുത്ബുദ്ദീൻ ഐബക് ഇൽതുത്മിഷ് ബാൽബൻ. അടുത്തത് ഗൽജി വംശം. ഗൽജി വംശത്തിലെ ഭരണാധികാരികളുടെ പേര് അലാവുദ്ദീൻ ഖൽജി. അടുത്തത് തുഗ്ലക് വംശം. തുഗ്ലക് വംശത്തിലെ ഭരണാധികാരികളുടെ പേര് മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. അടുത്തത് സയ്യിദ് വംശം. സയ്യിദ് വംശത്തിലെ ഭരണാധികാരികളുടെ പേര് ഖിസിർ ഖാൻ. അടുത്തത് ലോധി വംശം. ലോധി വംശത്തിലെ ഭരണാധികാരിയുടെ പേര് ഇബ്രാഹിം ലോധി. ഇന്ന് ഞാനിവിടെ പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി. ദിൽഷാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില ഐസ്ക്രീമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് പാല്, വാനില എസൻസ്, കോൺഫ്ലോർ, അരിപ്പൊടി 2 സ്പൂൺ, പഞ്ചസാര. ആദ്യം നമ്മൾ 2 സ്പൂൺ അരിപ്പൊടി എടുത്ത് നന്നായിട്ട് അരയ്ക്കാം. അപ്പോൾ ഇത് അരച്ചു. ഇനി ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു പാനിൽ പാൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കാം. ഇനി ഇത് നന്നായി തിളപ്പിക്കണം. പാൽ തിളയ്ക്കുമ്പോഴത്തേനും അതിലോട്ട് പൊടിച്ച് വെച്ച പഞ്ചസാരയിലേക്കും അരിപ്പൊടിയിലേക്കും കുറച്ച് നമ്മൾ ആദ്യം എടുത്ത പാലിന് വേറെ പാലെടുത്തിട്ടോ ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇനി ശരിക്കും കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് തിളപ്പിക്കാൻ വെച്ച പാലിലോട്ട് ഇത്തിരി ആയിട്ട് ഊറ്റി കൊടുക്കാം. ഇനി അപ്പോൾ ഇത് നമുക്കിനി വേറൊരു ബൗളിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതാ നന്നായിട്ട് ചൂടാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഒരു ക്രീമി പരുവത്തിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ട് വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറി, പിസ്ത, ചോക്ലേറ്റ് അങ്ങനെയുള്ള ഫ്ലേവേഴ്സ് എല്ലാം ഊറ്റി കൊടുക്കാട്ടോ. വേണമെങ്കിൽ ഞാനിവിടെ വാനിലാണ് ഊറ്റുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 8-10 മണിക്കൂർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റായി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അനുശാസ്ത്ര. ഞാൻ സെന്റ് മേരീസ് സ്കൂളിൽ 8B പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെജിറ്റബിൾ സലാഡാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: തക്കാളി, ഉള്ളി, ഇഞ്ചി, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്. ഇതൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇവിടെ റെഡിയായി. താങ്ക് യു. എൻ്റെ പേര് ഡോണ അന്ന പ്രവീൺ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓറിയോ കേക്കാണ്. ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്: മുട്ട, പഞ്ചസാര,
ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത്, പാല്, എണ്ണ, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്. ആദ്യമേ നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പഞ്ചസാര ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് ബീറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ മൈദ ഇടുക. അടുത്ത നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചിടുക. ബേക്കിംഗ് പൗഡർ ഇടുക. അടുത്ത നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 സ്പൂൺ പാലും കൂടെ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് വെച്ച് 30 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ അബ്ദുള്ള മുഹമ്മദ്, സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ പോത്താനിക്കാടിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇത് ഒരു നല്ല ഇനം തെങ്ങിൻ തൈയാണ്. ഇത് 1 വർഷം കഴിഞ്ഞു നട്ടിട്ട്. ഈ കഴിഞ്ഞ എൻവയോൺമെൻറ്റിന് മുൻപുള്ള എൻവയോൺമെൻറ്റ് ഡേക്ക് നട്ടതാണ്. നല്ല ഇനം തെങ്ങായതുകൊണ്ട് 2 വർഷം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും. പൂർണ്ണ വളർച്ചയെത്തിക്കഴിഞ്ഞാൽ അതിന് കായ്കൾ വരാൻ തുടങ്ങും. പിന്നീട് 2 മാസം കൊണ്ട് അത് വളർന്ന് പൂർണ്ണ വളർച്ചയുള്ള തേങ്ങയായി തീരും. ഹായ്, എൻ്റെ പേര് കൃഷ്ണവേണി. ഞാൻ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ 8ബിയിൽ പഠിക്കുന്നു. ഞാൻ എന്നെ കുറച്ച് മീനുകളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ മീമു. ഇവനിവിടെ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവന് ഭയങ്കര പ്ലേ ബോയ് ആട്ടോ. ഏത് സമയവും ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിലാണിവൻ. പിന്നെ ഇതെൻ്റെ ചെറിയൊരു ഫിഷ് ടാങ്കാണ്. ആരെയും പുറത്ത് കാണുന്നില്ല. താഴോട്ട് പോയി നോക്കാം. എല്ലാവരും ഇവിടെ ഉണ്ട്. കളിക്കുവാണെന്ന് തോന്നുന്നു. ആരും അങ്ങനെ പുറത്തോട്ട് വരാറ്. ഇനി എൻ്റെ മീനുകൾക്ക് കുറച്ച് തീറ്റി ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും വരും. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗാർഡൻ ഏരിയ. ഞാൻ കൂടുതൽ ടൈം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. ഇവിടെയൊക്കെയാണ് എൻ്റെ ഫിഷ് ടാങ്ക് ഒക്കെ ഇരിക്കുന്നത്. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനിപ്പ വരും എന്നമ്മാവന്മാരു പൊന്നേ. കാതുകുത്താനിപ്പ വരും എന്നമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനിപ്പ വരും എന്നമ്മാവന്മാരു പൊന്നേ. കാതുകുത്താനിപ്പ വരും എന്നമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മി സന്തോഷ്.
മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി പി വത്സലയുടെ ഒരു ചെറുകഥയാണ് തേങ്ങ. ഈ കഥയിൽ ജോലി തേടി അന്യദേശത്തു നിന്നും വരുന്ന ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയുടെയും അവൾക്ക് ചുറ്റുമുള്ള ആളുകളുടെയും പ്രകൃതിയുടെയും വിവിധ ഭാഗങ്ങൾ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. വ്യക്തികളിലൂടെയും പ്രകൃതിയിലൂടെയും പടരുന്ന സൗമ്യമായ സ്നേഹത്തിൻ്റെ പ്രവാഹമുണ്ട് ഈ കഥയിൽ. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ വത്സലയുടെ കഥയിൽ കാണാം. പറമ്പിൽ വീണ് ചിതറിക്കിടക്കുന്ന തേങ്ങകൾ പറക്കിയെടുക്കുന്ന അക്കമ്മയും അതിനെ അവളുടെ ഭ്രാന്തായി കാണുന്ന ഗീത ചേച്ചിയും മനുഷ്യ മനസ്സിൻ്റെ 2 തലങ്ങളാണ്. ഒന്ന് എല്ലാറ്റിനെയും സ്നേഹിക്കുന്ന മനസ്സും ഒന്ന് സ്വസ്ഥത നിറഞ്ഞ മനസ്സുമാണ്. മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന കഥാപാത്രമാണ് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ അക്കമ്മയുടേത്. നന്ദി. എൻ്റെ പേര് മുഹമ്മദ് റഫാൻ. ഞാൻ 8B പഠിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ ബോളാണ്. അതിന് ഒരു ബോണ്ട് പേപ്പർ, ഒരു സ്കെയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിങ്ങനെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഹോളുണ്ട്, അതിലേക്ക് നമുക്ക് എയർ നിറച്ച് കൊടുക്കാം. അപ്പോൾ ബോളായി കഴിഞ്ഞിരിക്കുന്നു. പേപ്പർ ബോള് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ ബട്ടർഫ്ലൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഇതിനാവശ്യമായുള്ള സാധനങ്ങൾ: പേപ്പർ, സ്കെയിൽ, പശ, കോമ്പസ്, കത്രിക, ക്രയോൺ. ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർഫ്ലൈ റെഡിയായി. എൻ്റെ പേര് അഭിരാം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെക്സഗൺ ബാറാണ്. ഇതൊരു ഫാൻസി ലൈറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഹെക്സഗൺ വെട്ടിയെടുത്തതിന് കാർഡ്ബോർഡ് വെട്ടിയെടുത്തതിന് ശേഷം സൈഡുകളൊക്കെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു LED വെച്ചിട്ടുണ്ട്. അപ്പോൾ LED ഒരു തുളർച്ച അതിൻ്റെ അകത്തേക്കൂടെ വെച്ചതിന് ശേഷം 2 വയർ നമ്മൾ ഇട്ടിട്ടുണ്ട്, എക്സസൈസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. സിമ്മിക്കൂടാണിത്. അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് അലന്തോസ്. ഞാൻ 8Bയിലാണ് പഠിക്കുന്നത്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ചില്ലുകുപ്പി സിമ്പിളായിട്ട് മുറിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
എൻ്റെ പേര് മുഹമ്മദ് സാബിത്ത്. ഞാൻ സെൻറ്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. എൻ്റെ പേര് കൃഷ്ണാബി. ഞാൻ പോത്താനിക്കാട് സെൻറ് മേരീസ് ഹൈസ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുതൽ ചിത്രം വരയ്ക്കാറുണ്ട്. അതുക്കായി ഞാൻ എൻ്റെ ചിത്രങ്ങളെ പരിചയപ്പെടുത്തി. കമലാസുരയ്യയുടെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഓൾ കേരള ഓൺലൈൻ ചിത്രകലാ മത്സരത്തിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയ ചിത്രം. എല്ലാവർക്കും എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മുങ്ങണ് വരമ്പ് മൂടണ് നേരം മങ്ങണ് കണ്ട കോള് മുങ്ങണ് ഓള് മുങ്ങണ് ഒപ്പമുണ്ടണ് കണ്ട താത്തി കൊയ്യണ് താളത്തി കൊയ്യണ് നീട്ടി കൊയ്യണ് കണ്ട വട്ടി നിറയ്ക്കണ് കൊട്ട. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും പ്രിയ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടാതെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നൽകിയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ കുര്യാക്കോസ് മാത്യുവിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്താൻ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി നിമ്മി എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സെൻറ് മേരീസ് ഹൈസ്കൂൾ മാനേജർ ശ്രീ ജെയിംസ് വർഗീസ് സർ, ഹെഡ് മിസ്ട്രസ് ബഹുമാനപ്പെട്ട ശ്രീമതി ഷാനി ടീച്ചർ, മുഖ്യപ്രഭാഷകൻ ശ്രീ ബിജോയ് സർ, PTA പ്രസിഡന്റ് ശ്രീ ഷിബു വർഗീസ്, MPTA പ്രസിഡന്റ് ശ്രീമതി മിനിമോൾ ഷിബു, പ്രിയ മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, അറിവും അനുഭവങ്ങളും സ്വായത്തമാക്കുന്ന വിദ്യാലയ ജീവിതത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഭ തെളിയിക്കുവാനും അത് ജ്വലിപ്പിക്കുവാനുമുള്ള വേദികളാണ് വിദ്യാരംഗ കലാസാഹിത്യ വേദിയും വിവിധ ക്ലബ്ബുകളുമെല്ലാം. ഇന്ന് സെൻറ് മേരീസ് ഹൈസ്കൂളിൻ്റെ 2021-22 അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിന് പരിസമാപ്തി കുറിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. കലയുടെയും സാഹിത്യത്തിൻ്റെയും അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെയും അതിരുകളില്ലാത്ത ആകാശത്ത് ചിറക് വിരിച്ച് പറക്കുന്ന ചിത്രശലഭങ്ങളായി പരിണമിക്കുക. വിദ്യാരംഗ കലാസാഹിത്യ വേദിയും ക്ലബ്ബുകളുമെല്ലാം നിങ്ങൾക്കതിനുള്ള ഒരു വേദിയാണ് ഒരുക്കിത്തരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഹൃദ്യമായി നന്ദി. ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീ ജെയിംസ് വർഗീസ് നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പമുണ്ട്. ഈ അവസരത്തിൽ മാനേജർക്ക് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി ഷാനി ടീച്ചർ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ടീച്ചർക്കുള്ള നന്ദിയും അറിയിക്കുന്നു.
നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനുമായ ശ്രീ ബിജോയ് സാർ. സാർ നമ്മുടെ സ്കൂളിൻ്റെ മുൻ HM ആയിരുന്നു. അതുകൊണ്ട് തന്നെ സാറിന് നമ്മുടെ സ്കൂളിനെ കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സാർ നമുക്ക് വേണ്ടി നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ചു. സാറിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിബു വർഗീസ്, MPTA പ്രസിഡന്റ് ശ്രീമതി മിനിമോൾ ഷിബു, രണ്ടുപേരും നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്. അവർക്ക് രണ്ടുപേർക്കുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഇനി നന്ദി അറിയിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകുന്ന പ്രിയ മാതാപിതാക്കളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എൻ്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരാലാകുന്ന വിധം പരിശ്രമിക്കുന്നവരാണ്. ഈ അവസരത്തിൽ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇനി നന്ദി പറയേണ്ടത് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോടാണ്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും സ്കൂളിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോട് നന്ദി പറയുന്നു. ശാസ്ത്രകല സാഹിത്യവേദികളിൽ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രതിഭ തെളിയിക്കുവാനും ജീവിതത്തിൽ തിളങ്ങുവാനും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.